ഹലോ എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു കുട്ടി സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു സീഷെൽ കൊണ്ടെല്ലാം ക്രാഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ആകെ 2-3 സീഷെല്ലാണ്. ഇന്നാണ് ഞാൻ പറഞ്ഞത് അത് തന്നെ 10-30 രൂപയായിരുന്നു രണ്ടെണ്ണത്തിനെങ്ങാണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ബീച്ചൊക്കെ ഇല്ലേ, ബീച്ചിൻ്റെ ടെക്സ്ചർ ആർട്ടില്ലേ, അപ്പോൾ നമ്മുടെ ഇവിടെ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോൾട്ട് വെച്ച്, നമ്മുടെ ഉപ്പ് വെച്ചാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന ക്യാൻവാസിലൊന്നുമില്ല. നമ്മുടെ ഈ മാഗിയും വിപ്പിയൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കവർ കിട്ടത്തില്ല, സോറി, ഈ നമ്മുടെ എന്താ നൂഡിൽസിൻ്റെ ഒരു ഡബ്ബയില്ലേ, അതിൻ്റെ കവറിനകത്ത്, കവറെന്ന് പറഞ്ഞാൽ അടപ്പിൻ്റെ മുള്ളാണ്. അപ്പോൾ അകത്ത് തുറക്കണം, ഉണ്ടാക്കണം, പുറത്തുണ്ടാക്കണം എന്ന് കൺഫ്യൂഷൻ. എന്തായാലും അകത്തിലുണ്ടാക്കുന്ന ആദ്യം ഞാൻ അതിന് ഇതിൻ്റെയൊക്കെ കളർ ഒത്തിരി വ്യത്യാസമായതുകൊണ്ട് നമ്മൾ അതിന് വൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും ജെസ്സോ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ ടെക്സ്ചറായിട്ടായതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ സോൾട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു ഈ ബ്ലൂ കളറ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ടെക്സ്റ്റായിട്ട് പിടിച്ചേക്കുന്നത്. അപ്പം ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂ ഒക്കെ ഒരു ബീച്ച് തരപ്പം, നമ്മുടെ ഇവിടെ ബീച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബീച്ച് ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗഡർ, നമ്മൾ സാധാരണ മുഖത്ത് വെക്കുന്ന പൗഡർ അത് വെച്ച് വേണമെങ്കിൽ ടെക്സ്റ്റായിട്ടിടും. അപ്പം മണ്ണൊക്കെ ഉള്ളത്, ബീച്ചൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. മണ്ണില്ലാത്തതുകൊണ്ട് നമ്മൾ മണ്ണിനെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് ഞാനൊരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാലോ. ഒത്തിരി കുട്ടികൾ എൻ്റെ ചാനൽ ജോയിൻ ചെയ്തിട്ട് അവർക്കൊക്കെ വെൽക്കം. ഇനി പുതിയതായിട്ട് വരുന്നവർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്നുകൂടെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടും. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കും നിങ്ങൾ തമ്മിൽ കൂട്ടുകാരൊക്കെ ആകാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രാഫ്റ്റ് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്തിടാം. പോസ്റ്റ് വഴിയാണ് ഞാൻ ഇടുന്നത്. പോസ്റ്റിനകത്ത് ഞാൻ നിങ്ങളുടെ പുതിയ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് ഫാമിലി ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഔട്ടാകല്, പിന്നെ ഒന്നുകൂടി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാം. പിന്നെ ഒരു നീറ്റായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകാനുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്ചർ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഉപ്പിനകത്ത് ഞാൻ ഫെവിക്കോളല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇച്ചിരി ഫെവിക്കോൾ ഒഴിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ഒത്തിരി ഫെവിക്കോളോ ഒന്നും ഒഴിക്കേണ്ട. നമ്മുടെ വൈറ്റ് കളറില്ലേ, വൈറ്റ് കളറും ബ്ലൂ, നമ്മുടെ ഇത് മണ്ണിനല്ലേ കളർ വരുന്നത്, മണലിനപ്പം ഒരു ബ്രൗൺ കളറും വൈറ്റ് കളറും പിന്നെ നമ്മൾ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അതിനൊരു ഡൈല്യൂട്ട് എന്നൊരു സെമി ലിക്വിഡ് ടൈപ്പിലാക്കിയ ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ചത്. ഇനി നമുക്ക് ബീച്ചിൻ്റെ ബാക്കി കളർ ഉണ്ടാക്കാൻ ആദ്യം ഡാർക്ക് കളറിനകത്തും നമ്മൾ ഉപ്പിട്ടുണ്ടാക്കി, പിന്നെ ലൈറ്റ് കളറിനകത്തുള്ളതും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പിനകത്ത് അക്രിലിക് കളർ വെച്ചാണ് നമ്മൾ വെക്കുന്നത്. കാരണം ഇച്ചിരി ഉണങ്ങാൻ സമയം കൊടുക്കണം, ഒത്തിരി വെള്ളമയമാകല്. വെള്ളമല്ല ഒഴിക്കുന്നത്, നമ്മളതിന് വൈറ്റ് ലിക്വിഡായിട്ട് നമ്മുടെ വൈറ്റ് കളറാണ് മിക്സ് ചെയ്തത് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈറ്റ് ഒരു പത വരുന്നതായിട്ട് കാണിക്കണ്ടേ, നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേന്. അപ്പം ബീച്ചൊക്കെയാണ് പണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയപ്പോഴത്തേന് കോവളവും ശംഖുമോ ഒക്കെ ബീച്ച് കണ്ട് ഓർമ്മയുണ്ട്. ഡൽഹിയിൽ അങ്ങനെ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പത കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ഈ വെള്ളക്കകത്ത് ഉപ്പ് വെള്ള കളറാണ്, പക്ഷേ എന്നാലും ഉപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇച്ചിരി വെള്ള കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അധികം കട്ടിയും ആകല്ല, അധികം വെള്ളമയമാകല്ല, അല്ലെങ്കിൽ അത് വേഗം ഉണങ്ങത്തുമില്ല, പിന്നെ അത് ഇളകി പോകും. ഇതൊക്കെ ടെക്സ്ചർ ആക്ടർ എന്ന് പറയുന്നത് കാണാമേ. ഇത് പല സാധനങ്ങൾ വെച്ച് നമ്മൾ ടെക്സ്ചറായിട്ട് ചെയ്ത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്പിനകത്ത് കളറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗിവേയുടെ കാര്യമാണ്. എല്ലാവരും ഗിവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അറിയാവുന്ന റൂൾസ്. മന്ത്ലി ഉള്ള ഗിവേ ഇനിയും കിടക്കുന്നത്. ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് നിങ്ങളെ കാണിച്ചു, ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസും ഫുൾ കാണണം. എനിക്കറിയാമല്ലോ എത്ര വ്യൂസ് വരുന്നു, അപ്പോൾ അതിൻ്റെ അടുത്ത് അത്ര പേരെ കണ്ടെന്നുള്ളതല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അത് ഫുൾ കാണണം. അതിന് രണ്ടാമത്തെ കാര്യം, എല്ലാവരും കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, മാക്സിമം എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യണം. അതാണ് നമ്മുടെ റൂൾസ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതുണ്ടാക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ നമ്മുടെ എന്താ പറയുക സ്റ്റാർ ഫിഷ് ഇല്ലേ, അത് നമുക്ക് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ടുണ്ടാകും. പക്ഷേ ഞാനൊരു പൊട്ടത്തരം കാണിച്ചത്, നിങ്ങൾ അത് കാണിച്ചതെന്ന് നിങ്ങളിങ്ങനെ പൊട്ടത്തരം, നിങ്ങൾ ഈ കവറിൻ്റെ മുകളിലെല്ലാം ഉണ്ടാക്കണ്ടേ. നമ്മൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പുറവശത്ത് കിട്ടുന്ന പേപ്പറിൻ്റെ മുകളിലോട്ടെങ്കിൽ ഇത് ഇളകി പോകത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടി ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കളർ ഇട്ടത്. പിന്നെ എൻ്റെ സ്റ്റാർ ഫിഷ് ഇച്ചിരി വലുതായി പോയോ എന്ന് സംശയമുണ്ട്. എന്തായാലും സാറില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മളിത് ഉണ്ടാക്കേണ്ട കൂടി. അപ്പോൾ 2 സീഷെൽ ഞാൻ 2 സീഷെലും അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ ഒരു ബീച്ച് ക്രാഫ്റ്റ് പോലെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ വീടിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു ബീച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഗിവേയുടെ കാര്യം മറക്കല്ല്, വാട്സപ്പ് ചാനലിൻ്റെ കാര്യം മറക്കല്ല്. ഞാൻ അടുത്ത ഈ ഏപ്രിൽ മാസത്തിലുള്ള ഓൾറെഡി ഒരു ഗിഫ്റ്റ് കൂടാതെ മറ്റ് 2 ഗിഫ്റ്റും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ മന്തിലും ഉണ്ട് ഗിവേ.
മറന്നു. അപ്പോൾ പെട്ടെന്ന് 10K ആക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ 10K ആക്കുന്നേ കൂട്ടുകാരെ. അപ്പം നമ്മുടെ ക്യൂട്ടീസ് എന്തെടുക്കുകയാണ് വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാന്ന് പറയും. ഇതുപോലെയൊക്കെ ആർട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ആർട്ട് എനിക്ക് വാട്സപ്പ് ചാനലിനകത്ത് ഗ്രൂപ്പിനകത്ത് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബൈ.